അസ്സാം വലൈക്കും ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതില്ല നമുക്കില്ല ഒരു മണിക്കൂർ കൊണ്ട് ഒരു അടിപൊളി ലഞ്ച് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. ലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടുകാർ തന്നെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ടെല്ലാം ആക്കാമല്ലോ. പക്ഷേ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നതെന്ന് പറയുമ്പോൾ വായിക്ക് രുചിയുള്ളത് കൊടുക്കുകയും വേണം, എന്നാൽ വേഗം നമുക്ക് ഉണ്ടാക്കി കഴിയുകയും വേണം. അങ്ങനത്തെ റെസിപ്പി ആയിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ അടിപൊളി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് ഭയങ്കര തിരക്കിലാട്ടാ. നമ്മുടെ ഫാമിലി കുറേ കല്യാണം കാര്യങ്ങളായതുകൊണ്ട് പോക്ക് വരവന്നെയായിരുന്നു. അപ്പോൾ വീടെല്ലാം ആകെ വാരി വലിച്ചിട്ടിട്ടേനും ഉള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് ആദ്യം അടുക്കി പെറുക്കി വെക്കണമല്ലോ, എന്നാലല്ലേ നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് എന്താ വേണ്ടത്. എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മളെ വീടൊന്ന് വൃത്തി വേണം, ആ കയറി വരുന്ന ആ ഒരു സമയം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒന്ന് അടിച്ച് തുടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്ക് കുറച്ച് ടൈമേ ഉള്ളൂ. സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. എല്ലാം സാധനമൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം എത്തിയിട്ട് അതിന് ശേഷം മാത്രമേ നമുക്ക് കുക്കിംഗ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വേഗം ഒന്ന് അടിച്ച് വാരി വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡെയിലി പോകാനുണ്ടാവുമ്പോൾ അറിയാലോ, വീടൊന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. സ്വന്തം നമ്മുടെ ഫാമിലിയിൽ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ വരും, ഭയങ്കര ധൃതിയായിരിക്കും നമുക്ക് എല്ലാത്തിനും. അങ്ങനെ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വരുന്ന ആൾക്ക് നല്ല ടേസ്റ്റി ഫുഡ് കൊടുക്കുകയും വേണം. കാരണം കുറേ മാഗ്നറ്റേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ, കുറേ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞത് മെയിനായിട്ടുള്ളത് കേട്ടോ. നമുക്കിപ്പോൾ മന്തി ഒക്കെ ആണെങ്കിൽ കുറച്ച് മുമ്പേ ചിക്കൻ മാഗ്നറ്റ് ചെയ്ത് വെക്കണം. ബിരിയാണി ആണെങ്കിൽ കുറേ കട്ട് ചെയ്യാനുണ്ട്, കുറേ ദം ചെയ്യണം, അങ്ങനെ കുറേ പ്രൊസീജിയർ ഉണ്ട്. ഇപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ക്വിക്ക് ആൻഡ് ഈസി റെസിപ്പി, പക്ഷേ ടേസ്റ്റിയും ആയിരിക്കണം. അങ്ങനത്തെ റെസിപ്പിയാണ് ഞാൻ നോക്കുന്നത്. കാരണം 1 മണിക്കൂർ കൊണ്ട് എങ്ങനെ അടിപൊളിയാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ മാക്സിമം ഞാൻ ഇങ്ങനത്തെ റെസിപ്പിയാണ് ഫോളോ ചെയ്യുക എപ്പോഴും. ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാകും, ചിലപ്പോൾ നമുക്ക് മടിയല്ലേ കുറേ മെനക്കെട്ടിട്ട് കിച്ചണിൽ ഇങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞാലുള്ളത്. ഇപ്പം നമ്മളെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നെന്ന് വിചാരിക്കുക, അവർ ലഞ്ചിനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന റെസിപ്പിയാണ് ഇത് കേട്ടോ. എനിക്ക് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഒന്നിനും ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ എടുപിടി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടി വന്നത്. അപ്പോൾ നമ്മളെ ചിക്കൻ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസാക്കിയിട്ടോ ഞാൻ ഈ പ്രാവശ്യം ചിക്കൻ വാങ്ങിയിട്ടുള്ളത്. വലിയ പീസ് എന്ന് പറഞ്ഞാൽ ഒരു ചിക്കനെ ഞാൻ 8 പീസാക്കാനാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. എക്സ്ട്രാ 2 പീസും കൂടി ഇടാൻ പറഞ്ഞ് ടോട്ടൽ 10 പീസ് ചിക്കനാണ് ഇതുള്ളത്. വലിയ പീസാണ്, മന്തി പീസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ മന്തി പീസ് എന്ന് പറഞ്ഞാൽ ഏത് സൈസ് ആക്കണം അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ പറയാം ഒരു ചിക്കൻ 8 പീസാക്കണം. അപ്പോൾ ഈ ഒരു വലിപ്പം ഉണ്ട്. ഞാൻ മന്തിയാണ് തയ്യാറാക്കുന്നത്. പക്ഷേ മന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തലേ ദിവസം മാഗ്നേറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ രാവിലെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ട് ചിക്കനിലേക്ക് കുറച്ച് വിനീഗർ ഇട്ടിട്ട് ഒന്നതവിടെ മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് 1 കിലോ. അത് നല്ലപോലെ കഴുകിയിട്ട് അതും സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ഈ 2 കാര്യങ്ങളാണ് ഫസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ചിക്കനെ വിനീഗറിൽ ഒഴിച്ച് വെക്കുന്നത് ചിക്കൻ നല്ലോണം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറേയൊന്നും വേണ്ട, ഈ ഒരു സംഭവം മാത്രം നമുക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഉള്ളിയോ കാര്യങ്ങളോ ഒന്നും കട്ട് ചെയ്യേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണെന്ന്. അപ്പോൾ ഒരു ചെമ്പിലേക്ക് ഓയിൽ ഒഴിക്കട്ടെ. മന്തിക്കെല്ലാം ഓയിലാണ് ബെസ്റ്റ്, പക്ഷേ ഞാൻ വെളിച്ചെണ്ണയിലാണ് വെക്കുന്നത്. എനിക്ക് കഴിക്കാനും ഇഷ്ടമല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാനും ഇഷ്ടമല്ല. അപ്പോൾ വെളിച്ചെണ്ണയും ഗീയും മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെക്കട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, അത് മാത്രം ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്താൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അരച്ചതിൽ നിന്ന് 1 ടീസ്പൂൺ മാത്രം എടുത്തിട്ട് ഇതിലിടട്ടോ. ഫുള്ളായിട്ട് ഇടരുത്, അത് നമുക്ക് ബാക്കി ആവശ്യമുണ്ട്, അതവിടെ മാറ്റി വെക്കുക. 1 ടീസ്പൂൺ മാത്രം എണ്ണയിലിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമുക്ക് എരിവിന് ആവശ്യമായ 5-6 പച്ചമുളക് ഇതിലിട്ടിട്ട് ഒന്ന് വാറ്റണം. അപ്പോൾ അതിന് മുമ്പേ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നോട് മറന്നുപോയി മുളക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നീടാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളാണെങ്കിൽ ആ വെളുത്തുള്ളി ഇടുന്ന സമയത്ത് തന്നെ നടുകെ കീറിയിട്ട് ഇടണം, മുളക് ചതച്ചിട്ടിടാൻ പാടില്ല. അപ്പോൾ ഓവറായിട്ട് കുത്തു വരും. നമുക്ക് ഈ ഒരു രീതിക്ക് ഇട്ടാൽ മതി. അപ്പോൾ മുളകിൻ്റെ ഫ്ലേവർ ഇറങ്ങുകയും ചെയ്യും. എന്നാൽ ഓവറായിട്ട് പച്ചമുളകിൻ്റെ കുത്തുണ്ടാവില്ല കേട്ടോ. ഒരിക്കലും മിക്സിയിൽ അരച്ചിട്ടൊന്നും ഇടാൻ പാടില്ല. ഇതേപോലെ ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചിക്കനിൽ കുറച്ച് വെള്ളം ഇറങ്ങും. പിന്നെ ഇതിന് വെള്ളത്തിന് മെയിനായിട്ട് കണക്കൊന്നുമില്ല. നമുക്ക് ചിക്കന് മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള വെള്ളം ഒഴിക്കുക. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 2 ചിക്കൻ്റെ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലും മന്തിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. മന്തി എപ്പോഴും വെക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ സ്റ്റോക്കിൽ കുറച്ച് ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും കുറച്ചുകൂടി ഉപ്പിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തിളച്ചാൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വീണ്ടും ആഡ് ചെയ്യുക, പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ചിക്കൻ വരയാനോ കുത്തി കൊടുക്കാനോ അങ്ങനത്തെ ഒരു കലാപരിപാടികളും ചെയ്തിട്ടില്ല. നോർമലായിട്ട് ചിക്കൻ ഇതിലിടുക, നല്ലോണം മുങ്ങത്തക്ക
വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഇനി ആ ഒരു ചിക്കൻ കുക്ക് ചെയ്യേണ്ട സമയം, റൈസ് കുക്ക് ചെയ്യേണ്ട സമയം മാത്രം വേണം. എക്സ്ട്രാ ഞാൻ പറഞ്ഞത് ഈസി ഈസി ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടിങ് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു സലാഡ് വേണം കേട്ടോ. സലാഡ് മസ്റ്റാണ് ഈ ഒരു ചോറ് കഴിക്കണമെങ്കിൽ. അപ്പോൾ മോളെടുത്ത് ഞാൻ പറഞ്ഞു നീ ഒന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടായിരുന്നു. അങ്ങനെ മോളുണ്ട് അവിടെ സൈഡിൽ നിന്നിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടുന്നു. പിന്നെ ഇനിയൊരു സ്വീറ്റ്സും വേണമല്ലോ സൈഡ്. നമുക്ക് എപ്പോഴും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ പായസമോ അങ്ങനെ എന്തെങ്കിലും ഒരു മധുരം നിർബന്ധമാണല്ലോ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇടയ്ക്ക് ഒരു 3 പ്രാവശ്യം ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അതായത് അടിഭാഗത്തുള്ള ചിക്കനെ മേലോട്ടാക്കിയിട്ട് മേലുള്ള ചിക്കൻ ഒന്ന് അടിഭാഗത്തേക്കാക്കിയിട്ട് എന്നാൽ പിന്നെ എല്ലാ ചിക്കനും ഒരേപോലെ നല്ല സോഫ്റ്റായി കിട്ടും. എന്നോട് തൈര് ഒഴിച്ച് കൊടുക്കാനും മറന്നിട്ടുണ്ട്. വെപ്രാളാണല്ലോ പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുള്ളതുണ്ട്. അതുകൊണ്ട് തൈര് അതൊന്നും പ്രശ്നമില്ല. നമ്മൾ ചിക്കൻ ഒന്നുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ അവിടെ നിന്ന് വവട്ടെ, അതൊരു സൈഡിലവിടെ വെച്ച് അപ്പോൾ ഒരു പാനിലേക്ക് ഗീ ഒഴിച്ച് ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂസ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഓൾറെഡി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു പുഡിങ്ങും തയ്യാറാക്കാം. ക്യാരറ്റ് നമുക്ക് സാലഡിന് വേണം. അപ്പോൾ ഒരു 3 ക്യാരറ്റ് എടുത്തതിൽ നിന്ന് 1.5 ക്യാരറ്റ് നമുക്ക് പുഡിങ്ങിനും 1.5 ക്യാരറ്റ് നമുക്ക് സാലഡിനും ഉപയോഗിക്കാം. അല്ലെ അളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 കൈപ്പിടി എടുത്തിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഒരു സംഭവം എന്താണോ ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വെർമിസെല്ലിയുടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വിചാരിച്ചു വേണ്ട, അതിന് വേറെ തന്നെ മെനക്കിടാനൊന്നും കഴിയില്ല, എന്നാൽ പിന്നെ ഇതിൽ തന്നെ ആവട്ടെ എന്നുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെയും കുറച്ചും കൂടി ഗീ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഗീന്ന് ക്യാരറ്റ് ഒന്ന് സോക്കാകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി ഞാൻ ക്യാരറ്റിലും പകുതി പാലിലേക്ക് ഒഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പുഡിങ്ങിൽ എപ്പോഴും മിൽക്ക് മെയ്ഡ് ചേർത്തുമ്പോഴേക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും. ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് പഞ്ചസാര വെച്ചിട്ടും പുഡിങ്ങൊക്കെ ചെയ്യാം. അപ്പം ഞാൻ ചിക്കൻ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ആ ഒരു സമയത്തില്ല ലെഗ് പീസ് വേഗം വെന്ത് പോകുമല്ലോ, അതുകൊണ്ട് പിന്നെ അതിങ്ങെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബ്രസ്റ്റ് പീസിൽ ഒന്നും കൂടി ഒന്ന് വെന്തോട്ടെ. ചിക്കന് എപ്പോഴും എനിക്കൊരു ടെൻഷനാണ്, വലിയ പീസാകുമ്പോൾ വേവൂലേ എന്നുള്ളത്. നല്ലപോലെ വെന്താൽ പ്രശ്നമില്ല, പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഈ ചിക്കൻ ലാസ്റ്റ് ചെറിയ കുറച്ചുകൂടി പരിപാടികളുണ്ട്. അപ്പോൾ ലെഗ് പീസ് അവിടെ മാറ്റി വെച്ച് ചിക്കൻ ഒന്നുകൂടി അവിടെ നിന്ന് വേവുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതാ മിൽക്ക് മെയ്ഡ് അതിൻ്റെ ബോട്ടിലിൻ്റെ പകുതിയല്ല, ഒരു പകുതിയോളം ഒഴിച്ചിട്ടില്ല, കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. പകുതിയല്ല, എന്താ പറയുക, കാൽഭാഗത്തിലും കുറച്ച് കൂടുതലായിട്ട്, എന്നാൽ പകുതിയുമില്ല. ബാക്കി നമുക്ക് പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക. പരിപാടി കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഇതിന് തണിയാനായിട്ട് മാറ്റി വെക്കുക. ഈ ഒരു സമയം നമ്മൾ 2 പാക്കറ്റ് പാല് പൊട്ടിച്ചൊഴിച്ചിട്ട് അത് ഒഴിക്കുക. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാനിൽ തന്നെ പാൽ തിളപ്പിക്കുന്നതെങ്കിൽ നമ്മൾ എണ്ണയിൽ വറുത്ത് കോരുന്നത്, അതായത് 2 പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽട്ടാൻ വേണ്ടിയിട്ട് വെക്കണേ ഒരു സൈഡിലേക്ക്. ഇനിയിപ്പോൾ ഞാൻ പാലിൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ പൊരിക്കുന്നതോ അങ്ങനത്തെയൊക്കെ പാനിലാണെങ്കിൽ നമ്മൾ മാക്സിമം പാൽ തിളപ്പിക്കാതിരിക്കുക, പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാത്ത പാനായതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിതിൽ തന്നെ പാലും തിളപ്പിക്കുന്നത് കേട്ടോ. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. പുഡിങ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല മധുരം വേണം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുക്കുന്ന സമയത്ത് അതൊന്നും മധുരം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മധുരം മുൻതൂക്കം നിൽക്കണം. സാധാരണ നമ്മൾ ഇപ്പോൾ പാലിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഓക്കെ മധുരം ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ പിന്നെ തണുത്താൽ ചിലപ്പോൾ മധുരം കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത് നല്ലോണം മധുരം ഉണ്ടാവണം. ഇതിലേക്ക് ചൈന ഗ്രാസ് തിളപ്പിച്ചത് ഞാൻ ഒഴിച്ചിട്ട് ഒന്നുകൂടി നല്ലപോലെ തിളപ്പിച്ചെടുത്തപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അരിക്കുന്ന ലാസ്റ്റ് ആട്ടോ. എല്ലാം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അരിച്ചിട്ട് വേറൊരു പാത്രത്തിൽ തണിയാനായി മാറ്റി വെക്കുക. അത്രയും പണിയുള്ളൂ. അപ്പോൾ പുഡിങ്ങും റെഡി. അതിന് സെറ്റ് ചെയ്യണം ട്രേയിലേക്ക്. അപ്പോൾ ആദ്യം ക്യാരറ്റ് നമ്മൾ പിന്നെ തണിഞ്ഞപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ട്രേയിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കോരിയിട്ട് തണിയാൻ വേണ്ടി വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുണ്ട് ചിക്കൻ. ചെറിയ പരിപാടികൾ വീണ്ടും ചെയ്യാനുണ്ട്. അതിന് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി ഇനി ഈ സോക്കിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 1 ഗ്ലാസ് ആയിരിക്കും 1.5 ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് വെള്ളം സ്ഥിരമായിട്ട് അങ്ങനെ അളന്നൊഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരും എങ്ങനെ വെള്ളം ഒഴിക്കണമെന്നുള്ളത്. അപ്പോൾ എന്താണെന്ന് പറയുക, അരിക്ക് കുറച്ച് മുൻതൂക്കം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഉപ്പ് കുറച്ചുകൂടി ഇടുന്നുണ്ട്. പിന്നെ 1 ലെമൺ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മന്തി റൈസ് എന്ന് പറയുമ്പോൾ ഒന്നൊന്നിനോട് തൊടാതെ ഒട്ടി നിൽക്കാതെ കിട്ടണം. അതാണ് മന്തി റൈസ് അല്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ വായിക്കുമ്പോൾ കാണുന്നില്ല, അതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ലെമൺ 1 2 വേണം നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. എന്നാൽ ചോറ് അത്യാവശ്യം നമ്മൾ തക്കാളി കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിന് നല്ലപോലെ തിളച്ച് ഉപ്പ് ഒന്ന് മുന്നിട്ട് നിൽക്കണം, ഉപ്പിൻ്റെ ടേസ്റ്റും കേട്ടോ. സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ബിരിയാണി ആണെങ്കിൽ നമുക്കെന്താണ് റൈസ് പിന്നെ 7 പേർക്ക് 1 കിലോ കഴിക്കാനുണ്ടാവുക. ഇത് 1 കിലോ 12 പേർ അല്ലെങ്കിൽ കുറച്ച് കഴിക്കുന്ന ആൾക്കാണെങ്കിൽ ഒരു 14-15 പേർക്ക് എന്തായാലും 1 കിലോ ബസ്മതി റൈസിൻ്റെ നമുക്ക് അളവുണ്ടാവും. ബസ്മതി റൈസ് വെന്താൽ ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും, ജീരകശാല റൈസ് പോലെയല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്.
അരിനെക്കാട്ട് മുന്തിട്ട് നിൽക്കുക. പിന്നെ ടെൻഷൻ ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ സ്റ്റൗവിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് ചൂടുവെള്ളം വേവ് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ പാലൊന്ന് തണുത്തതിന് ശേഷം മാത്രം കേട്ടോ ക്യാരറ്റിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാവൂ. അല്ലെങ്കിൽ ചൂട് തന്നെയാണെങ്കിൽ രണ്ടും കൂടി അങ്ങ് മിക്സാവും, ലെയറായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇളകി പോകുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ചു. പിന്നെ സാലഡിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാക്രോണി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് 1 ടീസ്പൂൺ ഓയിലും ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് ഈ മക്രോണിനെ ഒന്ന് വേവിച്ച് മാറ്റണം. ഇത് നമുക്ക് സാലഡിന് ആവശ്യമായിട്ടുണ്ടാകും. ബാക്കിയുള്ള വെളുത്തുള്ളി ഇഞ്ചീൻ്റെ ആവശ്യം ഇപ്പോഴാണ് വരുന്നത്. അത് നമ്മൾ മിക്സിയുടെ ജാറിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കില്ലേ കുറച്ച് മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇടാം. വിനീഗർ 2 മൂട് വിനീഗർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഉണ്ടാവും. വിനീഗർ ഒഴിക്കുന്നത് ചിക്കനിക്ക് നല്ലൊരു ടേസ്റ്റും ചിക്കൻ പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടാനും ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ നമുക്ക് വിനീഗർ സഹായിക്കും. അല്ലെങ്കിൽ തൈര് ഉപയോഗിക്കട്ടോ. തൈര് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വിനീഗറായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. നമ്മൾ വേവിക്കുമ്പോൾ തൈര് ഉപയോഗിച്ചിട്ടുണ്ട്, അവിടെ നല്ല സോഫ്റ്റായിട്ടും ഉണ്ട് ചിക്കന്. ഇനിയിപ്പോൾ അരി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളവും അരിയും സെയിം ലെവലായിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെക്കുക, അടച്ച് വെക്കുക. അത് അവിടെ നിന്ന് കുക്കാവട്ടെ, നോ ടെൻഷൻ. ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വീട്ടിൽ നമുക്ക് തന്നെയാണെങ്കിൽ കളർ ഉപയോഗിക്കുകയില്ല. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ടല്ലോ, അപ്പോൾ ചിക്കൻ കുറച്ചും കൂടി കാണാൻ ഭംഗി വേണ്ടതുകൊണ്ട് കുറച്ച് കളർ ഇട്ട് കൊടുത്തിന് കേട്ടോ. അത് നമുക്ക് ഫംഗ്ഷനിലെങ്കിൽ മാത്രം മതി. ഫംഗ്ഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളർ ഉപയോഗിക്കണ്ടു. അല്ലെങ്കിൽ കാശ്മീർ ചില്ലി ആകുമ്പോൾ കാശ്മീർ ചില്ലി ആകുമ്പോൾ നല്ല കളർ ഉണ്ടാവും. എന്നാലൊരു മൊഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ ഇതെന്ന് പറഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് മാഗ്നേറ്റ് ചെയ്യുക. ആ സമയത്ത് മറന്നു പോറ് ചോറൊന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. കാരണം ചോറും വെച്ച് പിന്നെ മറന്നു പോകാൻ പാടില്ല. ഈ സമയത്ത് ചോറ് വെന്തിനോ വെള്ളം കുറവോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആ സെൻറ്ററിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എനിക്ക് കറക്റ്റ് പാകത്തിനുള്ള വെള്ളം കേട്ടോ. അതുകൊണ്ട് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തൊരു സൈഡ് മാറ്റി വെച്ച് അപ്പോൾ പുഡിങ്ങിൻ്റെ ഒരു ലെയർ സെറ്റായപ്പോൾ രണ്ടാമത്തെ ലെയർ ഞാനിതാ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുന്നതിന് ഞാൻ പിന്നെ അങ്ങനെ ഭയങ്കര മൊഞ്ചാക്കിയിട്ട് ചെയ്യാൻ അറിയുന്ന ഒരാളൊന്നുമല്ല. പിന്നെ തിരക്കിലും ചെയ്തെടുക്കുന്നതാണല്ലോ, കുറേ സമയമില്ല. അതുകൊണ്ട് ഈ ഒരു രീതിക്കാണ് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ള ക്യാരറ്റ് ഇതേപോലെ ലെയർ ചെയ്ത് അതിനെ മേലെ നമ്മൾ കാഷ്യൂസ് ഇട്ട് കൊടുത്ത് അത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ടുള്ള പുഡിങ് ഇനി വേറെ എവിടെ കിട്ടാനാണ്. അപ്പോൾ പുഡിങ് ഒരു സൈഡിൽ മാറ്റി ഫ്രിഡ്ജിലേക്ക് മാറ്റി. ഇനിയിപ്പോൾ ഓയിലോർ വെളിച്ചെണ്ണ എന്താ നമുക്ക് ഇഷ്ടമുള്ള അത് ഒഴിക്കുക. ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുക. അത്രയേ പരിപാടിയുള്ളൂ. ചിക്കൻ പൊരിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ ചിക്കൻ പൊരിക്കുന്ന ടൈം ഒന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ചിക്കൻ അപ്പുറം ഇട്ട് മുരിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇടയ്ക്കൊന്ന് ലോ ടു ഹൈ ആക്കട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് സാലഡിൻ്റെ കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ക്യാബേജ് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. ക്യാരറ്റ് ഓൾറെഡി മോള് ഗ്രേറ്റ് ചെയ്തിന്. ക്യാബേജ് അവർക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ചിക്കൻ ഇവിടുന്ന് ഞാനിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും മറന്നു പോകാൻ പാടില്ല. എല്ലാം തൊട്ടടുത്ത് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. 1 മണിക്കൂർ കൊണ്ട് തയ്യാറാക്കുന്ന കാര്യമാണ്. നിങ്ങൾ ശരിക്കും ക്ലോക്കിൽ ടൈം വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് സംഭവം കിടുക്കാച്ചി എന്ന് പറഞ്ഞ റൈസ് റെഡിയാവും. ആരും കഴിച്ചിട്ട് ഒരു കുറ്റവും പറയാത്ത രീതിയിലുള്ള അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഈ ചിക്കന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ നേരെ ചോറിലേക്ക് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അവിടെ ഇവിടെ ഒന്നും വെക്കണ്ട, നേരെ ചോറിലേക്ക് വെക്കുക. എന്നിട്ട് ചോറിലേക്ക് ആ ഫ്ലേവർ അങ്ങ് ഇറങ്ങട്ടെ, അടച്ച് വെക്കുക. ചിക്കൻ പൊരിച്ചിട്ട് അതിൽ വെക്കുക. ഓരോ ബാച്ച് പൊരിക്കുമ്പോൾ നമ്മൾ ഈ ചോറിൻ്റെ മേലെ തന്നെ വെച്ച് കൊടുക്കുക. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മളെ ഫുഡിനൊരു ടേസ്റ്റ് വരും. ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ചിക്കൻ, അത് അങ്ങ് നല്ല ഫ്ലേവറാണ്. ഒന്നാമത് ചിക്കൻ്റെ സ്റ്റോക്കിലാണ് നമ്മൾ റൈസ് വേവിച്ചിട്ടുള്ളത്. എന്നാൽ കൂടി ഈ ഒരു മെത്തേഡും കൂടി നിങ്ങൾ മിസ്സാക്കണ്ട, അതേപോലെ അങ്ങ് ചെയ്യുക. അങ്ങനെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് ചോറിൻ്റെ മേലെ തന്നെ ഇട്ട് ചോറൊന്ന് അടച്ച് വെക്കുക. അതിന് മുമ്പേ ചെറിയൊരു പണിയുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ചാർക്കോൾ ഇട്ടിട്ടൊന്ന് പുകയിക്കണം. ചിക്കൻ നല്ല കളറുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ചിക്കനാണ് കേട്ടോ. ആ വെളുത്തുള്ളി ഇഞ്ചിയിലൊക്കെ മാഗ്നേറ്റ് ചെയ്തിട്ട് ആ ഒരു പുറം ഭാഗം ഫ്രൈ ആക്കിയോണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ മന്തി വാങ്ങിച്ച് കഴിക്കുന്നതിലും നല്ല ടേസ്റ്റുള്ള ചിക്കൻ ആയിരിക്കും ഈ ഒരു ചിക്കൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ സാലഡ് റെഡിയാക്കണം. അപ്പോൾ ക്യാബേജ്, ക്യാരറ്റ്, മാക്രോണി ഇത് 3 ഓരോ സൈഡിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്യുന്നത് ഗാർലിക് പേസ്റ്റിലാണ്. അപ്പോൾ എൻ്റെ കിച്ചൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഞാനൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഓരോന്നിരുന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ക്ലീനിങ്ങും പ്രധാനമാണല്ലോ, അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ക്ലീനിങ് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചാർക്കോട്ട് പുകയ്ക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ചാർക്കോൾ കത്തിച്ചിട്ട് നമുക്ക് ആ ഒരു പുറത്തുനിന്ന് കിട്ടുന്ന അൽഫാമിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഒന്ന് ഇതിലിടാം. എന്നിട്ട് എന്താക്കുക, കുറച്ച് ഇതാക്കി മൂടി വെച്ച് അങ്ങനെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ആദ്യം നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ ഹാൻഡ് വാഷ്, ടിഷ്യൂ ഒക്കെ കഴുകുന്ന സ്ഥലത്ത് വാഷ് ബേസിൻ്റെ അടുത്ത് ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ അതൊക്കെ കൊണ്ടുപോയി വെച്ച് എന്നിട്ട് ഞാൻ
ടേബിൾ വേഗം ഞാൻ ഒന്നാമത് തുടച്ചതാണല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഫസ്റ്റ്. വീണ്ടും ക്ലീനിങ് പിന്നെ എളുപ്പമാക്കാന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ടേബിളിന് മേലെ പേപ്പർ വിരിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ പേപ്പർ വിരിച്ചാൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ കഴിയും ടേബിൾ. ഒന്നാമത് ഈ ഗ്ലാസിൻ്റെ ടേബിൾ തുടച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് എണ്ണമയുള്ള സംഭവങ്ങളെല്ലാം ആയാൽ. അപ്പോൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എനിക്ക് ഇങ്ങനത്തെ ഒരു വട്ട് കേസ് ഉണ്ട് എന്നുള്ളത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല ഇങ്ങനെ നമ്മൾ പേപ്പർ വിരിച്ചിട്ടൊന്ന് സെർവ് ചെയ്യുന്നത്. അദ്ദേഹം പറയൂ അങ്ങനെ വേണ്ട, കാരണം ഒരു ഭംഗി കിട്ടുന്നില്ല. ഞാൻ പറയും കുഴപ്പമില്ല, അങ്ങനെ നടക്കട്ടെ എന്നുള്ളത്. എല്ലാം ഭംഗി മാത്രം നോക്കിയാൽ ശരിയാവില്ലല്ലോ, നമുക്ക് ആരോഗ്യം കൂടി വേണ്ടേ ക്ലീൻ ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഞാൻ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മയണൈസ് അല്ല കേട്ടോ, ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. മയണൈസും ഗാർലിക് പേസ്റ്റും രണ്ടാണ്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി ഇതിൻ്റെ ഫ്ലേവർ. ഈ ഒരു സാലഡ് ഉണ്ടാക്കാൻ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. ഇനിയിപ്പോൾ രാത്രി കുട്ടിക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാൽ എൻ്റെ മക്കൾക്ക് രാത്രി കഴിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ചപ്പാത്തിൻ്റെ ഒപ്പം ഈ ഒരു സാലഡ് ആ പൊരിച്ച ചിക്കനും കൂടിയും കൊടുത്താൽ കുട്ടികൾ ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ടിട്ടില്ല. മക്രോണി വേവിക്കും ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ ഒരു ഗാർലിക് പേസ്റ്റിൽ ഉപ്പുണ്ട്. അപ്പോൾ മാക്സിമം ഉപ്പുണ്ട് ഇതിന്, പോരെങ്കിലും ഇട്ടാൽ മതി കേട്ടോ. ഇങ്ങനെ സെർവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ചിക്കൻ ഒരു സൈഡിലാക്കിയിട്ട് ചോറ് മിക്സ് ചെയ്തെടുക്കാമെന്ന് കേട്ടോ. അങ്ങനെ ചിക്കൻ ഇങ്ങനെ ഓരോ സൈഡിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. ചോറ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പക്ഷേ എനിക്ക് ശരിക്കും അങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ വേറൊരു പാത്രത്തിലേക്ക് ചിക്കനെ മാറ്റിയിട്ട് നല്ലപോലെ അടിയിൽ നിന്ന് മേലോട്ടേക്ക് ചോറിനെ യോജിപ്പിച്ച് എടുക്കണം. നിങ്ങൾ നോക്കിയാട്ടോ, ഒരു ഉള്ളി എടുത്തിട്ടില്ല, മല്ലിയില എന്താ പറയുക, അങ്ങനെ ഒരു സംഭവം നമുക്ക് വേണ്ട. ബിരിയാണി ആണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ്, എന്തൊക്കെ കട്ട് ചെയ്യണം. നമുക്ക് ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് ബിരിയാണി നമ്മൾ വെച്ച് കൊടുക്കും. പക്ഷെ നമ്മുടെ ടൈം ഒരു പ്രധാന ഘടകമാണ്. എനിക്കിന്ന് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷേങ്കിൽ ഇതെന്ന് വെച്ചാൽ റെസിപ്പി കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ബിരിയാണിനെക്കാട്ടും എല്ലാവർക്കും അല്ലേ ഇഷ്ടം, മന്തിനോട് നല്ല ഇഷ്ടമുണ്ട് ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ. പക്ഷേ ഞാൻ ഒരു ബിരിയാണി ലവറാട്ടോ. എനിക്ക് ബിരിയാണിയാണ് ഭയങ്കര ഇഷ്ടം, മന്തിനെക്കാട്ടും എനിക്കിഷ്ടം ബിരിയാണിയാണ്. പക്ഷേങ്കിൽ കുക്ക് ചെയ്യാനുള്ള മടിയാണ് മെയിനായിട്ട്, കയ്യില്ല. അന്നാന്ന് ബിരിയാണിക്ക് മസാല ഉണ്ടാക്കി ദം ചെയ്ത് അങ്ങനെയൊക്കെ കുറേ ടൈം വേണം. അപ്പോൾ പിന്നെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ പ്രശ്നമില്ല. മെയിനായിട്ട് എനിക്ക് ഉള്ളി കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഉള്ളി കട്ട് ചെയ്ത് ഉള്ളി നല്ലപോലെ വഴറ്റി ആ ഒരു മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ രീതിയിലായി കിട്ടണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ മെനക്കെട്ടിട്ട് ആക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു റെസിപ്പി ഞാൻ തിരഞ്ഞെടുത്തത്. പക്ഷേ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഉപ്പൊക്കെ നമ്മൾ നോക്കുക. എന്ത് കൊടുക്കുമ്പോൾ നമ്മൾ ടേസ്റ്റ് ഒരു വായിൽ ഇടുമ്പം തന്നെ അത് നമുക്ക് ഒരു ടേസ്റ്റ് തോന്നണം കഴിക്കുന്ന ആൾക്കാർക്ക്. അത് നമ്മൾ ഒന്നാമത് അങ്ങനെ ആവും, നമ്മൾ ശ്രദ്ധിച്ച എല്ലാ കാര്യങ്ങളും ചെയ്താൽ. എത്ര അറിയാത്ത ഒരാൾക്കാരാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ എല്ലാം ടേബിളിലേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയം അടിപൊളിയാട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് സെർവിങ് സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് റിലാക്സ് ആയിട്ടുള്ളൊരു സമയമാണ്. ഏകദേശം നമുക്ക് കഴിച്ച് ടേസ്റ്റൊക്കെ മനസ്സിലായാലും പിന്നെ കുഴപ്പമില്ല എന്നുള്ളൊരു ഇത് വരുമല്ലോ. അപ്പോൾ ചോറ് ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്, ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. അതതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ സോക്ക് ചെയ്തിട്ടില്ല. മെയിനായിട്ട് നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം മാഗ്നേറ്റ് ചെയ്ത് ചിക്കനെ വെക്കണം. ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ മാക്സിമം 2 മണിക്കൂറൊക്കെ വെച്ചാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയി. ഒന്നാമത് വലിയ പീസാണല്ലോ. പക്ഷേ അതൊന്നും ചെയ്യാതെ എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്തത് നിങ്ങൾ നോക്കിയാട്ടെ. 1 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ നല്ല സ്പീഡിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ചിക്കൻ വേവുന്നൊരു സമയം, റൈസ് വേവുന്നൊരു സമയം അത്രയേ വേണ്ടൂ. ആകെ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചും തൊലി കളഞ്ഞു മാത്രമേ ഉള്ളൂ, വേറൊരു പരിപാടിയില്ല. അങ്ങനെ മക്കൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ലോണം ടയർഡായി കേട്ടോ. ഞാൻ പോയി കിടന്നതിന് പിന്നെ ഒന്നും അറിയില്ല. മോളെന്നെ പുഡിങ്ങെല്ലാം സെർവ് ചെയ്ത് കൊടുത്ത് അവർക്ക്. അങ്ങനെ അവരെല്ലാം കഴിച്ച്. അപ്പോൾ നിങ്ങളെ വീട്ടിലും ആരെങ്കിലും എല്ലാം വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ ഇൻഷാ അല്ലാഹ്.